പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആഗോള വിപണി ലക്ഷ്യമിട്ടുള്ള വിപുലീകരണ പദ്ധതികൾ പ്രഖ്യാപിച്ചു. അടുത്ത 5 വർഷത്തിനുള്ളിൽ 100 ജ്വല്ലറികളാണ് ലക്ഷ്യം. 35 വർഷത്തെ പാരമ്പര്യം. ഇന്ത്യ, UAE, KSA എന്നിവിടങ്ങളിൽ സജീവ സാന്നിധ്യം. ലോകോത്തര വിപുലീകരണ പദ്ധതികളുടെ ഭാഗമായി സഫ ക്ലാരസ് ബ്രാൻഡുകളിലായി 100 സ്റ്റോറുകൾ. 2030 വിപുലീകരണം പൂർത്തിയാക്കാനാണ് സഫ ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നത്. ആദ്യപടിയായി സഫ ജ്വല്ലറി, ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി എന്നിവ സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന ഒറ്റ ബ്രാൻഡിന് കീഴിൽ കൊണ്ടുവരും. പുതിയ ലോഗോ ബ്രാൻഡ് അംബാസിഡർ ബേസിൽ ജോസഫ് പുറത്തിറക്കി. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിസൈൻസും ടാലൻസും അവരുടെ കൂടെ നിന്ന് ഒരുമിച്ച് ഇത് രണ്ടും കൂടി ഒരുമിച്ച് ഒരു ജേർണീൻ്റെ ഭാഗമാവുന്നു എന്ന് പറയുന്നത് തന്നെയാണ്. അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സ്കിൽ സെറ്റ് അവരുടെ കൂടെയുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് ഇന്നത്തെ കാലത്ത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് ഒരു സംശയമില്ല. യുവതലമുറയെയും ആധുനിക ഉപഭോക്താക്കളെയും ലക്ഷ്യമിട്ട് ഡിസൈൻ ലീഡ് ബ്രാൻഡായി സഫയെ നവീകരിക്കുമെന്ന് സഫ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ KTMS സലാം പറഞ്ഞു. ലൈറ്റ് വെയ്റ്റ് ഡിസൈൻ ഇതാണിപ്പോൾ പുതിയ ഒരു ട്രെൻഡായിട്ട് നമുക്ക് നേർക്കുനേരെ കാണാം. അത് ഗ്ലോബലിയാണ്. ഈ ഒരു ഡിസൈൻ എന്നുള്ള ഇവിടെ പറഞ്ഞ പോലെ തന്നെ അതാണ് ഇനി വരാൻ പോകുന്ന ട്രെൻഡ്. ആ ഡിസൈനിലേക്കാണ് സഫ ഗ്രൂപ്പ് ചുവട് വെക്കുന്നത്. വളരെ സീരിയസ് ആയിട്ട് വലിയ പഠനത്തിൻ്റെയൊക്കെ തന്നെ പിൻബലത്തോട് കൂടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു റീബ്രാൻഡിങ് തന്നെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജെംസ് ആൻഡ് ജ്വല്ലറിയുടെ സഹകരണത്തോടെ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങൾക്കൊപ്പം അന്താരാഷ്ട്ര വിപണി കൂടി ലക്ഷ്യമിട്ടുള്ള വളർച്ചാ പദ്ധതിയാണ് സഫ തയ്യാറാക്കിയിട്ടുള്ളത്. മീഡിയ 1 കൊച്ചി.